നമസ്കാരം. ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ ആഗോള ഭീമനായ ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന കമ്പനിക്കെതിരെ നിയമ നടപടിയുമായി ബ്രിട്ടനിലെ നൂറുകണക്കിന് വനിതകൾ. ശരീര ദുർഗന്ധം അകറ്റുന്നതിനും ത്വക്ക് മികച്ച രീതിയിൽ ആയിരിക്കുന്നതിനും വേണ്ടി അവർ ഉപയോഗിച്ച കമ്പനി ഉൽപ്പന്നമായ ടാൽക്കം പൗഡർ കാരണം തങ്ങൾക്ക് ഗർഭാശയ ക്യാൻസർ ബാധിച്ചു എന്നാണ് അവർ ആരോപിക്കുന്നത്. 2000-ഓളം ക്യാൻസർ രോഗികളും അവരുടെ ബന്ധുക്കളുമാണ് നിയമപോരാട്ടത്തിന് തയ്യാറായിരിക്കുന്നത്. കമ്പനിയുടെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ബ്രിട്ടനിൽ അവരുടെ പേരിൽ കേസ് ഉണ്ടാകുന്നത്. എന്നാൽ അമേരിക്കയിൽ ജോൺസൺ ആൻഡ് ജോൺസൻ്റെ പേരിൽ ആയിരക്കണക്കിന് കേസുകളാണ് ഉള്ളത്. ഉപഭോക്താക്കൾക്ക് നഷ്ടപരിഹാരമായി $100 കോടി കമ്പനി നൽകുകയും ചെയ്തിരുന്നത്. പരാതിക്കാർക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകർ പറയുന്നത് കമ്പനി പുറത്തിറക്കിയ ടാൽക്കം പൗഡറിൽ ക്യാൻസറിന് കാരണമായേക്കാവുന്ന ആസ്ബസ്റ്റോസ് രാസവസ്തു അടങ്ങിയിട്ടുണ്ട് എന്നാണ്. ഇത് വ്യക്തമായി അറിയാമായിരുന്ന കമ്പനി ഇക്കാര്യം മറച്ചു വയ്ക്കുകയായിരുന്നു എന്നാണ് അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ജോൺസൺ ആൻഡ് ജോൺസൺ ഈ ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിക്കുകയാണ്. പരാതി നൽകിയവർ വാസ്തവം അവഗണിക്കുകയാണെന്നാണ് അവരുടെ വാദം. ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ പൗഡർ ഉപയോഗിച്ചത് കാരണം ഗർഭാശയ ക്യാൻസർ ബാധിച്ചുവെന്ന് പരാതി നൽകിയ ലിൻഡ ജോൺസനെ കഴിഞ്ഞ നവംബറിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്നാണ് ഡോക്ടർമാരും പറയുന്നത്. ഒരു കമ്പനിയുടെ ഡയറക്ടറായ അവർ പറയുന്നത് താൻ കൊച്ചുകുട്ടിയായിരുന്ന 1950-കൾ മുതൽ ജോൺസൺ ആൻഡ് ജോൺസൻ്റെ പൗഡർ ഉപയോഗിച്ചു തുടങ്ങി എന്നാണ്. കമ്പനിയുടെ പരസ്യങ്ങൾ വിശ്വസിച്ചാണ് തൻ്റെ കുടുംബം കമ്പനിയുടെ പൗഡർ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഗർഭാശയ ക്യാൻസർ ബാധിച്ചപ്പോൾ അതിന് കാരണമായത് ടാൽക്കം പൗഡറാണെന്ന് താൻ കരുതിയിരുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. അതേസമയം അമേരിക്കയിൽ ഇത് സംബന്ധിച്ച കേസുകളെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് പൗഡറിലെ ആസ്ബസ്റ്റോസ് ആണ് അത് ഉപയോഗിച്ചവർ ഗർഭാശയ ക്യാൻസറിന് ഇടയാക്കിയതെന്ന് മനസ്സിലാക്കിയെന്നും ലിൻഡ ജോൺസ് വ്യക്തമാക്കുന്നു. സ്വന്തം കുട്ടികൾക്ക് അമ്മയെ നഷ്ടപ്പെടുമെന്നും തനിക്ക് തൻ്റെ പേരക്കുട്ടികളെ ഇനി കാണാൻ കഴിയില്ലെന്നും അവർ വേദനയോടെ പറയുന്നു. സ്ത്രീകൾക്ക് മാത്രമല്ല ഈ പൗഡർ വയ്ക്കുന്ന കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമായി പൗഡർ വിപണിയിൽ നിന്ന് അടിയന്തരമായി പിൻവലിക്കണമെന്നാണ് ലിൻഡ ജോൺസും മറ്റും ആവശ്യപ്പെടുന്നത്. പതിറ്റാണ്ടുകളായി ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ ടാൽക്കം പൗഡർ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഉപയോഗിക്കുന്നതാണ്. ചർമ്മ സംരക്ഷണത്തിന് ഏറ്റവും ഉത്തമമാണ് ഈ പൗഡർ എന്നാണ് പൊതുവെ അന്ന് കരുതപ്പെട്ടിരുന്നത്. കമ്പനി 2020-ൽ തന്നെ അമേരിക്കയിൽ ഈ പൗഡറിൻ്റെ വിൽപ്പന നിർത്തിവെച്ചിരുന്നു. കഴിഞ്ഞ വർഷം ബ്രിട്ടനിലും വിൽപ്പന അവസാനിപ്പിച്ചിരുന്നു. അതിന് കമ്പനി നൽകിയ വിശദീകരണം സാമ്പത്തിക പ്രശ്നങ്ങളും ഉൽപ്പന്നത്തെക്കുറിച്ചിറങ്ങിയ തെറ്റായ വാർത്തകളുമാണ് എന്നായിരുന്നു. അമേരിക്കയിൽ 62,000 പേരാണ് കമ്പനിക്കെതിരെ കോടതിയെ സമീപിച്ചത്. ഇവർക്കെല്ലാം കൂടി $13 ബില്യൺ നഷ്ടപരിഹാരം നൽകേണ്ടിയിരുന്നത്. അതേസമയം കമ്പനി ഈ ആരോപണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നിഷേധിക്കുകയാണ്. ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് തങ്ങൾ എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നത് എന്നും തങ്ങൾക്കെതിരെ പലരും നൽകിയ കേസുകൾ അമേരിക്കയിൽ തള്ളിപ്പോയ കാര്യവും കമ്പനി ചൂണ്ടിക്കാട്ടുന്നു. എന്താണെങ്കിലും ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമാകുന്ന ഒരു വിഷയമായി ഇത് മാറിയിരിക്കുകയാണ്. ജോൺസൺ ആൻഡ് ജോൺസൺ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യത്തുമൊക്കെ തന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ഒരു ബേബി പൗഡറാണ്. അതുപോലെ മുതിർന്നവർക്കുള്ള പല സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇവർ നിർമ്മിക്കുന്നുമുണ്ട്. ഇവയിൽ ഈ ആസ്ബസ്റ്റോസിൻ്റെ അംശം ഉണ്ട് എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ക്യാൻസറിന് കാരണമായേക്കാവുന്ന രാസവസ്തുവാണ് ആസ്ബസ്റ്റോസ്. ഇത് നമ്മുടെ ശരീരത്തിൽ പൗഡർ പുരട്ടുമ്പോൾ അതിലൂടെ ശരീരത്തിനുള്ളിലേക്ക് ഇത് കടന്നു ചെല്ലുകയും അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ സെല്ലുകളെ അത് ബാധിക്കുകയും ക്യാൻസർ രോഗം പിടിപെടുകയും ചെയ്യുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് ആധികാരികമായി ഇനിയും കൃത്യമായ വിവരങ്ങളും തന്നെ ലഭിച്ചിട്ടില്ല. ഗർഭാശയ ക്യാൻസർ ഉണ്ടായ മുഴുവൻ പേർക്കും ഒരുപക്ഷെ ഈ പൗഡർ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ഉണ്ടായതെന്ന് പറയാനും കഴിയുകയില്ല എന്നാണ് കമ്പനി ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട് അധികം പരാതികൾ വരുന്നതായി നമ്മൾ കേട്ടിട്ടുമില്ല.